നമസ്കാരം, എല്ലാവർക്കും എഡ്യൂക്കേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷനുകളിൽ നിരന്തരമായി ചോദിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ധാരാളം വീഡിയോസ് ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഫുൾ പ്രിപ്പയർ ആക്കിയ ക്വിസിന് വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം തന്നെ നിങ്ങൾ തുടരുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറി ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പോൾ ക്വിസുകളും കാര്യങ്ങളും ഈ വീഡിയോയുടെ മെറ്റീരിയലും അടക്കമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്ത്? ഉത്തരം പ്രഗ്യാൻ. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ആന്ധ്രാപ്രദേശിലാണ്. പക്ഷേ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് നെല്ലൂർ എന്നാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇത് സ്ഥിരമായി ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ലെബ്നിറ്റ്സ്. ഇതിൻ്റെ ഈ ഒരു ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ കുറേ ഈസി ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്തിരുന്നു, പക്ഷേ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര്യഭടൻ. ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഈ ഒരു ചോദ്യമില്ലാത്ത ക്വിസ് മത്സരമില്ല. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കും. ഇതിൻ്റെ ഉത്തരമാണ് സെലനോളജി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഈ ഒരു ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളിലും ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. ഗലീലിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടെലിസ്കോപ്പിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. ചാന്ദ്രദിനം എന്ന പേരുണ്ടെങ്കിലും ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചോദ്യവും ഈ ഒരു ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും ഒരു പൊസിഷൻ ആ ക്വിസ് കോമ്പറ്റീഷനിൽ ഉറപ്പാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനെ പറ്റി അറിയായിരിക്കും. ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരിയായിട്ട് പോയ അദ്ദേഹമാണ്. അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേരാണ് വോസ്റ്റോക്ക് 1. ഇതൊക്കെ അടുത്ത പാർട്ടിൽ നമ്മൾ വിശദമായിട്ട് പറയാം. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഹിജ്റ കലണ്ടർ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ്, സഞ്ചാരിയല്ല. സഞ്ചാരി വാലന്റീന തെരഷ്കോവയാണ്. ആദ്യ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അനുഷ അൻസാരി. അനുഷ അൻസാരി ഇറാനിലെ ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. അതും ഒരു വിനോദ ബഹിരാകാശ സഞ്ചാരിയാണ്, മറ്റുള്ള പർപ്പസിന് വേണ്ടി പോയ ഒരാളല്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകമേത്? ഇത് സയൻസ് ക്വിസുകളിലും ചാന്ദ്രദിന ക്വിസുകളിലും ചോദിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം സിലിക്കൺ. ഇത് മറന്നു പോകരുത്, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം AB വാജ്പേയി. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ലോഹമാണ്, മെറ്റലാണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ അവിടെ എഴുതേണ്ടത് ടൈറ്റാനിയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് മൂലകമാണ്, എലമെൻ്റാണ്. ഇപ്പോൾ ചോദിച്ചത് ലോഹമാണ്, അത് ടൈറ്റാനിയം. എലമെൻറ്റ് ചോദിച്ചിരിക്കുന്നത് സിലിക്കൺ. മറന്നു പോകരുത്. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു പ്രത്യേകതരം പേരിലാണ് അവിടുത്തെ മണ്ണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉത്തരമാണ് റിഗോലിത്ത്.
ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ഒന്നാമത്തെ രാജ്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അമേരിക്കയാണ് ആദ്യമായിട്ട് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചത്. അപ്പോൾ രണ്ടാമതായി ചന്ദ്രനിൽ ഒരു രാജ്യത്തിൻ്റെ പതാക അവിടെ അവർ കുത്തുകയുണ്ടായി. ഏത് രാജ്യത്തിൻ്റെ ആണെന്നാണ് ചോദ്യം. ഉത്തരം ചൈന. അടുത്ത ചോദ്യം, ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ചൈന ഒരു ബഹിരാകാശ നിലയം അവിടെ ഉണ്ടാക്കിയിരുന്നു, അത് ഈയിടെ ഭൂമിയിലേക്ക് പതിക്കുകയുണ്ടായി. ആ ഒരു ബഹിരാകാശ നിലയത്തിൻ്റെ പേരെന്തെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴല്ല, 2023 ആ സമയത്തൊക്കെയാണ്. ഉത്തരം ടിയാൻഗോങ് 1. ഈ ഒരു ചോദ്യം പ്രസക്തി ഇല്ലെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതുക. അടുത്ത ചോദ്യം, ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആര്? ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം MGK മേനോൻ. ഇത് മറന്നു പോകരുത്, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ് റിച്ചാർഡ് നിക്സൺ. ഇതും സ്ഥിരമായി ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര്? ഉത്തരം ജോൺ ഗ്ലെൻ. 77 വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹം ബഹിരാകാശ പര്യടനം നടത്തിയത്. നിലവിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ബഹിരാകാശ സഞ്ചാരി എന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. ഇതൊരു ബോണസ് ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. ജനസംഖ്യാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂസ് സീരീസിലും അതുണ്ടായിരുന്നു. നിരവധി കുട്ടികൾ അതിന് ഉത്തരം ചെയ്യുകയും നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ശരി ഉത്തരം രേഖപ്പെടുത്തുന്ന എല്ലാവരെയും തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ വീഡിയോ അനൗൺസ് ചെയ്തതിന് ശേഷം ശരി ഉത്തരം രേഖപ്പെടുത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ബോണസ് ചോദ്യം എന്തെന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏതാണ്? ഇൻ്റർനാഷണൽ സ്പേസ് ഡേ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മൾ ധാരാളം വീഡിയോ ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പോസ്റ്റർ ക്വിസിൻ്റെ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി എന്തായാലും ഒരു 5 പാർട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും എനേബിൾ ചെയ്യുക.